അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഖദീജ ബീവിനെ കുറിച്ചാണ്. ആ ഖദീജ ബീവിൻ്റെ ചാപ്റ്ററിലെ മഷ്ക് ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഫസ്റ്റ് മൈന യാദ് കീജിയെ. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച വാക്കുകളുടെ അർത്ഥം ഓർക്കാനാണ് പറയുന്നത്. റുഹ് എന്ന് പറഞ്ഞാൽ റുഹ് കർണ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തിരിയുക അല്ലേ. റുഹ് എന്ന് പറഞ്ഞ ഭാഗം എന്നൊക്കെയാണ് അർത്ഥം. തിജാറത്ത് കച്ചവടം, ദർഖാസ്ത് അപേക്ഷ, കബൂൽ സ്വീകരിക്കുക അംഗീകരിക്കുക, ബേമിസാൽ അതുല്യമായ, മുതഅസ്സിർ സ്വാധീനിക്കുക, പൈഗാം സന്ദേശം, ഇന്തിഹായി അങ്ങേയറ്റം, വഫാദാർ അനുസരിക്കുന്നവൻ, മഖ്ബൂലിയത്ത് സ്വീകാര്യത, ഇന്തിക്കാൽ ഹോന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മരിക്കുക, എഹ്സാൻ നേക്കി നന്മ അല്ലേ. ആ വാക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നിങ്ങൾ ഇന്ന് അയച്ചു തരണം. ഉൻ സവാലോങ്കോ ജവാബ് ദീജിയെ. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ മുൽക്ക് അറബിക്ക് സബ്സെ മഷഹൂർ ഷെയർ കോൺ കോൺ സെ ഹെ. അറബി രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ പട്ടണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണ് അത്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക ഉത്തരങ്ങൾ. ചോദ്യങ്ങൾ ആ ചോദ്യത്തിൻ്റെ ആ വാക്ക് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കോൺസെ അത് മാത്രം മാറ്റി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് എഴുതുക. അപ്പോൾ ഇങ്ങനെ മുൽക്ക് അറബിക്ക് സബ്സെ മഷ്ഹൂർ ഷെഹർ മക്ക ഓർ മദീന ഹേയ് അങ്ങനെയാണ് എഴുതുക. അപ്പോൾ ചോദ്യത്തിൻ്റെ ആ വാക്കുണ്ടല്ലോ അത് മാത്രം മാറ്റി കൊടുത്ത് ആ ചോദ്യത്തിലുള്ള വാക്കുള്ള സെൻറ്റൻസുകൾ അതുപോലെ എഴുതുക ചെയ്യുക. ഓക്കെ. ഇനി മുസൽമാൻ കിസ് തർഫ് റുഖ് കർക്കെ നമാസ് പढ़ते हैं. മുസ്ലിങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കാരം നിർവഹിക്കുന്നത്? അവിടെ ചോദ്യത്തിൻ്റെ വാക്ക് എന്നുള്ളത് കിസ് എന്നാണ്. അപ്പോൾ അത് മാറ്റി കൊടുത്തിട്ട് മുസൽമാൻ കഅബക്കെ തൊറഫ് റുഖ് കർക്കെ നമാസ് പढ़ता है. അങ്ങനെ ഓരോത്തിൻ്റെയും ഉത്തരം നിങ്ങൾ കണ്ടെത്തി അയച്ചു തരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, इस्लाम के पैगंबर हज़रत मोहम्मद सल्लल्लाहु अलैहि वसल्लम का रौला अरब के किस शहर में है? इस्लाम के पैगंबर ഇസ്ലാമിൻ്റെ പ്രവാചകൻ, പൈഗംബർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ, ഹദറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാ റൗല പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗല അറബ് കെ അറബികളുടെ കിസ് ഷഹർ മേം ഹേ ഏത് പട്ടണത്തിലാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാ? ഷഹർ മക്ക കി മാൽദാർ ഓർ നേക്ക് ബീവി ക നാം ക്യാ താ. ഷെഹർ മക്കാക്കി മക്ക പട്ടണത്തിൻ്റെ മാൽദാർ സമ്പന്നയായ ഓർ നേക്ക് നല്ലവളായ ബീവിക്ക നാം ബീവിയുടെ പേര് ക്യാത്ത എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, ഹദറത്ത് ഖദീജ കഹാം രഹ്തി തി. ഹദറത്ത് ഖദീജ റളിയല്ലാഹു അൻഹ എവിടെയാണ് ജീവിച്ചിരുന്നത്? ഓർ ക്യാ കാം കർത്തി തി എന്തൊക്കെ ജോലിയാണ് ചെയ്തിരുന്നത്? ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്നി കിൻ ഖൂബിയോം കി വജീസെ പൂരെ മക്കമേ മഷൂർത്തെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹോബി എന്ന് പറഞ്ഞ നന്മ ഏതൊക്കെ നന്മകൾ കാരണമായിട്ടാണ് പൂരെ മക്കേമേം കി വജീസെ എന്ന് പറഞ്ഞ കാരണത്താൽ പൂരെ മക്കേമേം എല്ലാം മക്ക മുഴുവനായിട്ട് മഷൂർത്തെ പ്രശസ്തനായത്? അപ്പോൾ അതൊക്കെ ഉത്തരം പറയുന്നുണ്ട്. അതൊക്കെ കണ്ടെത്തി എഴുതുക. ഹസ്രത്ത് ഖദീജാനെ അപ്പിനെ തിജാരത്ത് ക മാൽ കിസ്കോ ദേന പസന്ത്. ഖദീജ ബീവി തൻ്റെ കച്ചവടത്തിൻ്റെ സമ്പത്ത് ആർക്ക് നൽകാനാണ് ഇഷ്ടപ്പെട്ടത്? ഹസ്രത്ത് ഖദീജാനെ ഹുസൂർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ ക്യാ പൈഗാം ഭേജ. ഖദീജ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്യാ പൈഗാം ഭേജ ഏത് ഒരു സന്ദേശമാണ് അയച്ചത്? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഹസ്രത്ത് ഖദീജ സാരെ അറബ് മേം ഖദീജ ബീവി അറബി ലോകത്ത് മുഴുവനായിട്ടും അപ്നി കിസ് ആദത്ത് കി വജീസെ തൻ്റെ ഏത് ഒരു പതിവ് കാരണത്താലാണ് മഷൂർത്തെ പ്രശസ്തമായത്? 10 ഹസ്രത്ത് ഖദീജ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ സാത്ത് കിത്ന ബർസ് രഹേ. ഖദീജ ബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര വർഷമാണ് ജീവിച്ചത്? ഹസ്രത്ത് ഖദീജ കി വഫാത്ത് കെ ബാദ് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ആപ്പ് ഉനെ യാദ് കർക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിയെ ഓർത്തിട്ട് ക്യാ കഹ്തേ എന്താണ് പറഞ്ഞിരുന്നത്? ഇനി നീച്ചെ ദിയെ ഹുയെ ലഫ്ലോം കോ ജുംലെ മേ ഇസ്തിമാൽ കർവായെ. താഴെ തന്നിട്ടുള്ള വാക്കുകളെ ജുംലയിൽ പ്രയോഗിക്കാൻ. അപ്പോൾ സെൻറ്റൻസിൽ ഈ വാക്കുകൾ സെൻറ്റൻസിൽ പ്രയോഗിച്ചിട്ട് നിങ്ങൾ എഴുതി അയക്കണം. റൗല എന്ന പദത്തെ സെൻറ്റൻസിൽ വാക്യത്തിൽ പ്രയോഗിക്കുക. അതുപോലെ തിജാറത്ത് കച്ചവടം, ഫായിദ എന്ന് പറഞ്ഞാൽ ലാഭം, പൈഗാം സന്ദേശം, മഹബത്ത് സ്നേഹം
ഇവയൊക്കെ സെൻറ്റൻസിൽ പ്രയോഗിച്ച് അയച്ചു തരിക. ഇനി വാഹിദ് സെ ജമ്മു ഒരു ജമ്മു സെ വാഹിദ് ബൻവായെ, വാഹിദിൻ്റെ ജമ്മ് കണ്ടെത്തുക, ജമ്മിൻ്റെ വാഹിദ് കണ്ടെത്തുക താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന്. അതും ഇന്ന് ചെയ്യാനുള്ളതാണ്. മുൽക്കിൻ്റെ ജമ്മ് കണ്ടെത്തുക. തൊർഫ്, ജഗോം, മദദ്, കാനോം. കാനം എന്നുള്ളത് ജം ആണ്. അപ്പോൾ ആ ജമ്മിൻ്റെ മുഫ്രദാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഷെഹ്റോം പട്ടണങ്ങൾ എന്നാണ്. ആ പട്ടണം അതിൻ്റെ മുഫ്രദാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. പിന്നെ വക്ത്, ഖുഷി, നേക്കി, ഒരീബോം, ഏദത്ത്, ഇഹ്സാൻ അതിൻ്റെയൊക്കെ മുഫ്രദാണെങ്കിൽ ജമ്മ് കണ്ടെത്തുക, ജമ്മാണെങ്കിൽ മുഫ്രദ് കണ്ടെത്തുക. ഉൻ ലഫ്ലോക്കെ മുത്തദാദ് ലിഗ്വായി, അതായത് തന്നിട്ടുള്ള ലഫ്ലുകളുടെ ലിദ് എഴുതാനാണ് പറയുന്നത്. നേക്കിൻ്റെ വിപരീത, ലിദ് എന്ന് പറഞ്ഞാൽ വിപരീത പദം. ആ വിപരീത പദം കണ്ടെത്തി നിങ്ങൾ എഴുതണം. നേക്ക് സച്ച്, ഈമാൻദാരി, ഖുഷി, മഹബത്ത്, ദുഷ്മൻ. നേക്ക് എന്നാൽ നല്ല, സച്ച് എന്ന് പറഞ്ഞാൽ സത്യം, ഈമാൻദാരി വിശ്വസ്തത, ഖുഷി സന്തോഷം, മഹബത്ത് സ്നേഹം, ദുഷ്മൻ ശത്രു. ഇതിൻ്റെയൊക്കെ വിപരീത പദം നിങ്ങൾ കണ്ടെത്തി എഴുതി തരണം. അടുത്തൊരു ഇതുള്ളത് നീച്ചെ ഹുയെ ലഫ്ലോം സെ ഖാലി ജഗോം കോ ബർവായെ, താഴെ തന്നിട്ടുള്ള ലഫ്ലുകൾ ഉപയോഗിച്ച് ആ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അത് നമ്മുടെ ടെസ്റ്റിലുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിൽ കളേഴ്സ് പെൻസിൽ കൊണ്ട് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ആ ഭാഗങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെക്കുക. പരമാവധി ബുക്ക് നോക്കാതെ തന്നെ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോഴാണ് നമുക്ക് ആ പാഠം നല്ലപോലെ പഠിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ജോലി എന്നുള്ളത് ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ബാരെ में 5 जुमला लिखे. ഖദീജ ബിയെ കുറിച്ച് ഒരു 5 ജുംല എഴുതാൻ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ की 5 മഷ്ഹൂർ ഖവാത്തീൻ के नाम लिखे. ഇന്ത്യയുടെ 5 മഷ്ഹൂർ 5 പ്രശസ്തരായ ഖവാത്തീൻ के സ്ത്രീകളുടെ പേര് എഴുതാൻ. അപ്പോൾ ഇന്ത്യയിൽ പ്രശസ്തരായ കുറേ വനിതകളുണ്ടല്ലോ, ആ വനിതകളുടെ പേര് എഴുതാൻ. ഉദാഹരണം ഇപ്പോൾ ഇന്ദിരാഗാന്ധി പോലെ, സരോജിനി നായിഡു പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റൊക്കെ പ്രശസ്തരായ കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ 5 അങ്ങനത്തെ പ്രശസ്തരായ സ്ത്രീകളുടെ പേര് എഴുതുക. മാൽമേം ദാർ ജോഡ്കർ. മാൽദാർ എന്ന് നമ്മൾ പഠിച്ചല്ലോ. മാൽദാർ എന്ന് പറഞ്ഞാൽ മാൽ എന്ന സമ്പത്ത്, മാൽദാർ സമ്പന്നൻ എന്ന് പഠിച്ചല്ലോ. അപ്പോൾ മാൽമേം ദാർ ജോഡ്കർ, മാലിൽ ദാർ കൂട്ടിയപ്പോൾ മാൽദാർ ബൻതാ ഹെ, അങ്ങനെ മാൽദാർ ഉണ്ടായി. മാൽദാർ എന്ന് പറഞ്ഞാൽ സമ്പന്നൻ, ആ വാക്കുണ്ടായി. ഇസി തൊറഹ് ഇസി തൊറ ആപ്പ് ബി, ഇതേ രൂപത്തിൽ നിങ്ങളും ദാറ് ലഗാക്കർ, ദാറ് കൂട്ടിയിട്ട് 10 മുറക്കബ അൽഫാസിക്ക് 10 മുറക്കബായ ലഫ്സുകൾ എഴുതാൻ. അപ്പോൾ മാലിൻ്റെ കൂടെ ദാറ് കൂട്ടിയപ്പോൾ മാൽദാർ. അതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ദുക്കാൻ, പീഡിയ, കട. അതിൻ്റെ കൂടെ ദുക്കാൻ ദാർ, ഒരു ദാറ് കൂട്ടുമ്പോൾ എന്തായി? കടക്കാരൻ എന്നായി. അതുപോലെ ദാറ് കൂട്ടിയിട്ട് നിങ്ങൾ 10 വാക്കുകൾ എഴുതാൻ. ഇനി വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, അവർക്ക് ഇതൊന്നും ചെയ്യേണ്ട, ഇതൊന്ന് ഒരു കാര്യം പറയാണ്, അത് ശ്രദ്ധിച്ചാൽ മതി. ഓർ കർണേക്കി ബാത്ത്, ചിന്തിക്കേണ്ട കാര്യം. അബി ആപ്പിനെ ജോ സബ്ക്ക് പടാ, ഇപ്പോൾ നിങ്ങൾ ഏത് പാഠമാണോ പഠിച്ചത്, ഇസ്മേം അതിൽ ഹസ്രത്ത്, ഹസ്രത്ത് കഴിഞ്ഞിട്ട് ഒരു സോദ് കണ്ടോ നിങ്ങൾ? പിന്നെ ആപ്പിൻ്റെ ശേഷം ഒരു സോദ്. പിന്നെ ഖദീജ ബീവിൻ്റെ കഴിഞ്ഞിട്ട് ഒരു റാവും ദോവും, റളിയല്ലാഹു അൻഹ എന്നുള്ളതിൻ്റെ വൈറ അൽഫാദ് ഇസ്തിമാൽ ഹുയേഹെ, ഇങ്ങനത്തെയുള്ള ലഫ്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആപ്പ് ഓർ കരയും. നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഹസ്രത്ത് ഒരു ആപ്പ് ലഫ്ല് പർ, ഹസ്രത്തിൻ്റെയും അതുപോലെ ആപ്പ്, ആ ലഫ്ലിൻ്റെ കൂടെ ചോട്ട സ, വളരെ ചെറിയ ഒരു സോദ് കണ്ടോ? ഹസ്രത്തിൻ്റെയും ആപ്പിൻ്റെയും കൂടെ മേലെ ഒരു ചെറിയ സോദ് കണ്ടോ? ലിഗാ ഹുവാഹ എഴുതിയിട്ടുണ്ട്. ഒരു ഖദീജാൻ്റെ കൂടെ റാവും ദോവും ലിഗാ ഹുവാഹ എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് അതിൻ്റെ അർത്ഥം? സോദ് എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം ക മുഖഫഫ്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താണ് ഷോർട്ടാണ് അത്, അല്ലെങ്കിൽ ഉസ്കി മുഖ്തസർ ഷക്കിൽ ഹെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ജിസ്ക മാനാഹെ, അതിൻ്റെ മാനയാകുന്നു എന്ത്? അള്ളാഹി റഹ്മത്ത് ഓ സലാമത്തി ഉൻപർ ഹോ, അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും സമാധാനവും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ റാവും ലോവും എഴുതിയാൽ അതിൻ്റെ പൂർണ്ണ രൂപം റളിയല്ലാഹു അൻഹാ മുഖഫഫ്,
റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ടാണ്, അല്ലെങ്കിൽ മുഖ്തസർ ഷക്ലി അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ജിസ്കെ മാന അതിൻ്റെ അർത്ഥം അള്ളാഹ് ഉൻസെ റാസിഹോ അള്ളാഹു അവരെ തൃപ്തിപ്പെടുത്തട്ടെ എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് അതിൻ്റെ മഷ്കായി ആക്ടിവിറ്റീസായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ആൻസറുകൾ അയച്ചു തരിക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.